നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആശയങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഭീകരക്കൂട്ടം ആയുധങ്ങൾ കൊണ്ട് 2 ചെറുപ്പക്കാരുടെ ജീവിതമെടുത്ത ആ ക്രൂര സംഭവം ഇത് നീതിയുടെ പുലർവെളിച്ചമാണ്. കല്യോട്ടെ കണ്ണും കാതുമായിരുന്നു കൃപേഷും ശരത് ലാലും. ഇന്നും നിറകണ്ണുകളോടെയാണ് ആ നല്ല ഗ്രാമം ആ 2 ചെറുപ്പക്കാരെ കുറിച്ച് ഓർക്കുന്നത്. ആ ക്രൂരന്മാരുടെ കടാരയ്ക്ക് അവരുടെ ആശയങ്ങൾ മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി. മുൻ MLA KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. കേസിൽ CBI പ്രത്യേക കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. CPM നേതാക്കൾ ഉൾപ്പെടെ 24 പ്രതികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ CBIയും ഈ കേസ് അന്വേഷണത്തിനെത്തി. കോസ്തൂർ കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടി തുടങ്ങും മുൻപേ ഹൈക്കോടതി കേസ് CBIക്ക് വിട്ടു. സംസ്ഥാന ഖജനാവിൽ നിന്ന് 3 കോടി രൂപയോളം മുടക്കിയാണ് CBI അന്വേഷണം വിലക്കാനുള്ള ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തിയത്. കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് ജോലി, അവർക്ക് വേണ്ട നിയമസഹായം, ഏറ്റവും നെറുകെട്ട പ്രവർത്തനങ്ങളാണ് CPMും ഈ ഭരണകൂടവും കൃപേഷ് ശരത് ലാൽ കേസിലെ പ്രതികൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയത്. കേരളം അറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ. ഒടുവിൽ ആ ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കുന്നു. 2019 ഫെബ്രുവരി 17 കാസർഗോഡ് പെരിയ കല്യോട്ട് ഗ്രാമം ആ ദിവസം മറക്കില്ല. നാടിന്റെ പ്രിയപ്പെട്ടവർ എന്തിനുമേതിനും മുൻനിരയിലുണ്ടായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും ആ ഭീകരക്കൂട്ടം കൊന്നുകളഞ്ഞ ദിവസം. CPM കൊലയാളി സംഘം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അരുംകൊല. കല്യോട്ട് എന്ന ഗ്രാമത്തിന് നഷ്ടമായത് അവർക്ക് ഏറ്റവും പ്രിയങ്കരരായ 2 ചെറുപ്പക്കാരെ. പെരിയ ഇരട്ടക്കൊലയ്ക്ക് പിന്നാലെ LDF നേതാക്കൾ അവിടെ സന്ദർശിക്കാനെത്തിയപ്പോൾ ജനങ്ങളുടെ രോഷം നമ്മൾ കണ്ടതാണ്. കലാ സാംസ്കാരിക പ്രവർത്തകരും നാടിൻ്റെ പ്രിയപ്പെട്ടവരുമായിരുന്നു ആ ചെറുപ്പക്കാർ. ചെണ്ടമേളമാണ് അവരുടെ പ്രിയപ്പെട്ട വിനോദം. മേളം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എന്നത് LDFനെ ചൊടിപ്പിച്ചു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 മണിക്ക് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം യോഗം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്ന 2 ചെറുപ്പക്കാർ കൂരങ്കാര റോഡ് ജംഗ്ഷനിൽ വെച്ച് കൊലയാളി സംഘം അവരെ ആക്രമിച്ചു. ശരത് ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായി അവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ശരത് ലാൽ മംഗളൂരു ആശുപത്രിയിലേക്കുള്ള വഴിയിൽ മരിച്ചു. 4ാം പ്രതി അനിൽകുമാറാണ് കൃപേഷിന്റെ തലയിൽ വാളുകൊണ്ട് വെട്ടിയത്. ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. തുടർന്ന് അനിൽകുമാറും സുരേഷും അശ്വിനും ശരത് ലാലിനെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ചോരയൊലിക്കുന്ന കൃപേഷ് സംഭവ സ്ഥലത്ത് നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. 177 മീറ്റർ ഓടിയതിനു ശേഷം ആ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണു. തലയിലും മുഖത്തും വലത് കൈയിലും 14 വെട്ടുകൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പ്രസ്താവിക്കുന്നത് 6 വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ മുൻ MLA CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങി 24 പ്രതികളായിരുന്നു CBIയുടെ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നത്. 1ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ച് പ്രതിപ്പട്ടികയിൽ ചേർത്തിരുന്നു. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 10 പേരെ CBI പ്രതി ചേർത്തു. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘം, പിന്നീട് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തു. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം റദ്ദ് ചെയ്ത് CBIയെ കേസ് ഏൽപ്പിച്ചു. ഇതിനെതിരായ അപ്പീലിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം പക്ഷേ നിലനിർത്തി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സർക്കാരിന്റെ ആവശ്യം തള്ളിയതോടെ CBI DYSP TP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ K മണികണ്ഠൻ, N ബാലകൃഷ്ണൻ, ആലക്കോട് മണി എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ബാക്കി 11 പേർ ഇപ്പോഴും വിയ്യൂർ സെൻട്രൽ ജയിലിൽ. CBI അറസ്റ്റ് ചെയ്ത 10 പേരിൽ KV കുഞ്ഞിരാമനും രാഘവൻ വെളുത്തോളിയും ഉൾപ്പെടെ 5 പേർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ബാക്കിയുള്ളവർ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ. 2023 ഫെബ്രുവരിയിൽ CBI കോടതിയിൽ വിചാരണ തുടങ്ങി.
വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടെ CBI കോടതി ജഡ്ജി കെ കമനീഷിന് സ്ഥലം മാറ്റം. തുടർന്നു വന്ന ജഡ്ജി ശേഷാദ്രിനാഥാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവ് പിന്നീട് CPM ചേർന്ന അഡ്വക്കേറ്റ് CK ശ്രീധരനായിരുന്നു ശരത് ലാലിനും കൃപേഷിനും വേണ്ട കേസിലെ വാദഭാഗങ്ങൾ തയ്യാറാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് വിട്ട് CPM അയാൾ ചേക്കേറി. പിന്നീട് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 1-ാം പ്രതി മുതൽ 9-ാം പ്രതികൾക്ക് വരെ അഡ്വക്കേറ്റ് CK ശ്രീധരൻ കോടതിയിലേക്ക് കടന്നു ചെന്നു. ചരിത്രം കണ്ട ഏറ്റവും നെറികെട്ട ചതി. CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ പോയത് സുപ്രീം കോടതി വരെ. അതിനായി ചെലവഴിച്ചത് കോടികൾ. CPM ജില്ലാ നേതാവ് മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പ്രതികളായ ഇരട്ടക്കൊലക്കേസിൽ അത്രയേറെയാണ് ഇടതു സർക്കാർ CBI അന്വേഷണത്തെ ശക്തമായി എതിർത്തത്. സുപ്രീം കോടതി വരെ അപ്പീലുമായി സംസ്ഥാന സർക്കാർ പോയിട്ടും CBI അന്വേഷണത്തിനായി വന്നു. ഒടുവിൽ CPM നേതാക്കൾ തന്നെ പ്രതികളായി. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരുപിടി സംശയങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് കൈമാറുന്നത്. CPM നേതാവിന്റെ മൊഴി വേദവാക്യമാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെന്ന് കോടതി പറഞ്ഞു. CBI വരുന്നതിനെ പിണറായി സർക്കാർ നഖശികാന്തം എതിർത്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ആദ്യം ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകി. ഇതിനായി ലക്ഷങ്ങൾ മുടക്കി പ്രമുഖ അഭിഭാഷകരെ ദില്ലിയിൽ നിന്ന് ഹൈക്കോടതിയിലെത്തിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ട പ്രഹരമേറ്റു എങ്കിലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI വേണ്ട എന്ന നിലപാടുമായി നേരെ സുപ്രീം കോടതിയിലേക്ക്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഒടുവിൽ 2020 ഡിസംബർ 1 സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അതിവേഗ നടപടികളുമായി CBI മുന്നോട്ട് കുതിച്ചു. CBI തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല. SP നന്ദകുമാർ നായരും DVSP TP അനന്തകൃഷ്ണനുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. 7 തവണ ആവശ്യപ്പെട്ടിട്ടും ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് ഡയറിയും മറ്റു രേഖകളും കൈമാറിയില്ല എന്ന് CBI കോടതിയിൽ പറഞ്ഞു. ഇതോടെ ക്രൈംബ്രാഞ്ചിനെതിരെ CBI സമൻസ് പുറപ്പെടുവിക്കുന്ന അവസ്ഥ വരെയെത്തി. കേസിൽ 1000-ലധികം പേജുകളുള്ള കുറ്റപത്രമാണ് CBI കോടതിയിൽ സമർപ്പിച്ചത്. 325 സാക്ഷികൾ, 200-ലധികം രേഖകൾ. പെരിയയിൽ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ കൊലപാതകവുമാണ് എന്ന് CBI കുറ്റപത്രത്തിൽ എടുത്തു പറഞ്ഞു. കാസർഗോഡിനും കാഞ്ഞങ്ങാടിനുമിടയിൽ പെരിയ കവലയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് കല്യോട്ട് ഗ്രാമം. ഒരു കർഷക ഗ്രാമമാണിത്. പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലുമൂന്നിയ ഒരു ഗ്രാമീണ ജീവതാളം. ഇവിടെ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ സ്നേഹപ്പെരുമ. നിഷ്കളങ്കരായ ഗ്രാമീണ സ്നേഹത്തിനിടയിൽ ഇത്തരമൊരു ക്രൂര കൊലപാതകം അവർക്ക് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. നിഷ്കളങ്കതയിലും സ്നേഹത്തിലുമൊക്കെ ഒത്തൊരുമയോടെ നിന്ന കല്യോട്ട് ഗ്രാമത്തിൽ അശാന്തി പടരുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ കണ്ടും മിണ്ടിയും സ്നേഹം കൈമാറുകയും ചെയ്ത ഒരു ജനത പിന്നീട് പരസ്പരം സംശയിച്ചു തുടങ്ങിയ നാളുകൾ. സദാസമയവും പിന്നീട് പോലീസുകാരുടെ സാന്നിധ്യം, CBI ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, സ്വസ്ഥതയും സമാധാനവുമൊക്കെ കല്യോട്ട് ഗ്രാമത്തിൽ നിന്ന് അപ്രത്യക്ഷമായ നാളുകൾ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ ഓർമ്മകളാണ് ഓരോ മനസ്സുകളിലും. TP ചന്ദ്രശേഖരൻ വധത്തിനു ശേഷം CPM നടത്തിയ ആസൂത്രണ ഗൂഢാലോചനയും കൊലപാതകം നടപ്പിലാക്കലും അത് പൂർണ്ണമായും തെളിയിച്ചെടുക്കാൻ CBIക്ക് കഴിഞ്ഞു. ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് 10 പേർ ചേർന്നാണ്. കൊലയ്ക്ക് മുൻപ് 2 കേന്ദ്രങ്ങളിലായി 3 തവണ ഗൂഢാലോചന നടന്നു. CBI കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചനയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പങ്ക്. കൊല നടന്നതിന് ശേഷം പ്രതികളെ ഒളിപ്പിക്കാനും മറ്റും സഹായം നൽകാനും പാർട്ടി ലോക്കൽ ജില്ലാ നേതാക്കൾ. CPM പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പേർ ചേർന്നാണ് ഈ മൃഗീയ കൊലപാതകം നടത്തിയത്. ഈച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഗൂഢാലോചന നടന്നത്. അതിനു മുൻപ് മറ്റൊരു ഗൂഢാലോചനയും നടന്നുവെന്ന് CBI കണ്ടെത്തി. പെരിയയിലെ CITU പ്രവർത്തകരുടെ വിശ്രമ കേന്ദ്രത്തിൽ വെച്ചാണ് ആദ്യം ഗൂഢാലോചന നടന്നത്. 3 വട്ടം ഗൂഢാലോചന നടത്തിയതിനു ശേഷം പ്രതികൾ ഒത്തുചേർന്ന് ഈ 2 ചെറുപ്പക്കാരെയും വധിക്കാൻ തീരുമാനമെടുത്തു. ഫെബ്രുവരി 11-ാം തീയതിയായിരുന്നു പെരിയയിലെ CITU കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഗൂഢാലോചന. 14-ാം തീയതി ഉച്ചയ്ക്ക് ഏച്ചിലടക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും ഗൂഢാലോചന നടന്നു. കൊല നടന്ന ദിവസം വൈകിട്ട് CPM ഏച്ചിലടുക്കം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ പ്രത്യേക യോഗം. ഇതിൽ ശരത് ലാലിന് പണി കൊടുക്കണമെന്ന തരത്തിൽ സംസാരം. വൈകിട്ട് 5:30 യോഗം അവസാനിച്ചു. തുടർന്ന് പീതാംബരനും കൊലയിൽ നേരിട്ട് പങ്കെടുത്ത മറ്റുള്ളവരും ഏച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി.
അന്ന് കല്യോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട സ്വാഗത സംഘം ചേർന്ന ദിവസം. വോളണ്ടിയർമാരായിരുന്നു കൃപേഷും ശരത് ലാലും. രഞ്ജിത്തിനെയും സുരേന്ദ്രനെയും റോഡ് ജംഗ്ഷനിൽ നിർത്തി. മറ്റുള്ളവർ ശരത് ലാൽ വരുന്ന വഴിയിൽ കൂരാങ്കര റോഡിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ശരത് ലാലും കൃപേഷും അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൃപേഷായിരുന്നു ബൈക്ക് ഓടിച്ചത്. ഇരുവരും റോഡ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രൻ പീതാംബരനെയും രഞ്ജിത്ത് ശ്രീരാഗിനെയും വിളിച്ച് വിവരമറിയിച്ചു. 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 7-ാം പ്രതി അശ്വിൻ എന്നിവർ ചേർന്ന് ശരത് ലാലിനെ വെട്ടി. ശരത് ലാൽ നിലത്തു വീണപ്പോൾ അനിൽകുമാർ കൃപേഷിനെയും വെട്ടി. കൊലയ്ക്ക് ശേഷം 3 വാഹനങ്ങളിലായി പ്രതികൾ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അന്ന് CPM ഉദുമ ഏരിയ സെക്രട്ടറിയായിരുന്ന K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, 12-ാം പ്രതി ആലക്കോട് മണി, CBI പ്രതിപ്പട്ടികയിൽ ചേർത്ത ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി എന്നിവർ സ്ഥലത്തെത്തി. പീതാംബരൻ ഉൾപ്പെടെ 4 പേരെ ചട്ടഞ്ചാലിലുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. മറ്റുള്ളവർ വെളുത്തോളിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ. പിറ്റേന്ന് രാത്രി എല്ലാവരും വീണ്ടും വെളുത്തോളിയിൽ. 2-ാം പ്രതി സജി C ജോർജിനെ അപ്പോൾ പോലീസ് പിടിച്ചു. മറ്റുള്ളവർ ഓടിക്കളഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, പാക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളി, K മണികണ്ഠൻ എന്നിവരെത്തി പോലീസ് ജീപ്പിലുണ്ടായിരുന്ന സജിയെ ബലമായി മോചിപ്പിച്ചു. ഒരു ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിച്ച ഇരട്ട കൊലപാതക കേസ്. ഖജനാവിലെ കോടികൾ ഒഴുക്കി CBI അന്വേഷണം വിലക്കാൻ ശ്രമിച്ച ഭരണകൂടം. പ്രതികൾക്ക് വേണ്ടി ഏതു കൊള്ളരുതായ്മയും നടത്താൻ ഇറങ്ങിത്തിരിച്ച CPM പാർട്ടി. അവർക്കേറ്റ പ്രഹരം തന്നെയാണ് ഇപ്പോൾ CBI കോടതിയിൽ നിന്ന് വന്ന ഈ വിധി. കൃപേഷ്, ശരത് ലാൽ അവർ ഇന്നും ഒരു വേദനയായി അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.